ലൂക്കാസ് സുവിശേഷകൻ യേശുവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടെന്നുള്ള സ്ഥിരമായ ഒരു പല്ലവി നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പല്ലവി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ, ചില ചരിത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം, ഈ ഒരു പുസ്തകം ചരിത്രപുരുഷനായ ക്രിസ്തു, ഇത് എഴുതിയിരിക്കുന്ന റിച്ചോത്തിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ പുരോഹിതനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഒരു പുരാവസ്തു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ കാനൺ റെഗുലേറ്ററി കമ്മിറ്റി അംഗമാണ്, ഒരു ബൈബിൾ പണ്ഡിതനാണ്, പുരാവസ്തു ഗവേഷകൻ കൂടിയാണ്. ഈ റിച്ചോത്തി എഴുതിയ ഈ പുസ്തകം ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനം കണ്ട ചരിത്രപുരുഷനായ ക്രിസ്തു എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു കാത്തലിക് പ്രീസ്റ്റും കൂടിയാണ് ഇദ്ദേഹം, ഒരു കത്തോലിക്ക പുരോഹിതനും കൂടിയാണ്. ഇദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, യേശു കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ 222 പേജ് നമ്പറിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവരമൊന്നുമില്ലെങ്കിലും, അതായത് യേശുവിൻ്റെ രൂപം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന രൂപസാദൃശ്യത്തെക്കുറിച്ച് ഒരു വിവരവും നമുക്കില്ലെങ്കിലും പിൽക്കാലത്തെ ക്രൈസ്തവ ചിത്രകലയും സാഹിത്യവും നിഷ്ക്രിയത്വം പാലിക്കുകയല്ല ചെയ്തത്. യേശു പലസ്തീനായിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യവും ചരിത്രമൂല്യവുമായ അവിടുത്തെ ഒരു ചിത്രം ഉണ്ടാകാതെ പോയതിൻ്റെ മുഖ്യ കാരണം. അതായത് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുകയാണ്, യേശുവിൻ്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം പലസ്തീനയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു എന്നുള്ളതാണ് ഇങ്ങനൊരു ചിത്രം ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വീണ്ടും താഴോട്ട് പറയാണ്, വിഗ്രഹാരാധനയാകുമെന്ന കാരണത്താൽ ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രങ്ങൾ നിർമ്മിക്കാൻ പലസ്തീനിയയിലെ യഹൂദന്മാരുടെ വിശ്വാസം അവരെ അനുവദിച്ചിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ ആദ്യ തലമുറ ബഹുഭൂരിഭാഗവും യഹൂദരായിരുന്നു. തന്മൂലം യേശുവിൻ്റെ ഒരു ചിത്രമോ ഛായാചിത്രമോ നിർമ്മിക്കുന്ന കാര്യം അവരുടെ ചിന്തയിൽ പോലും ഉദിക്കുന്നില്ല. നേരെ മറിച്ച് യേശു പലസ്തീനിയയ്ക്ക് പുറത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ആദ്യ തലമുറയിലെ ക്രൈസ്തവർ അധിക പങ്കും ഗ്രീക്കുകാരോ റോമാക്കാരോ ആയിരുന്നെങ്കിൽ അവിടുത്തെ യഥാർത്ഥ ശാരീരികാകാരമുള്ള ഒരു ചിത്രമോ പ്രതിമയോ ആദ്യം മുതൽക്കേ സംരക്ഷിക്കപ്പെട്ട് കിട്ടുമായിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് റിച്ചൂതിയാണ്, ഒരു പ്രീസ്റ്റാണ്, ഒരു കാത്തലിക് പ്രീസ്റ്റാണ്. അദ്ദേഹം പണ്ഡിതനാണ്, ബൈബിൾ പണ്ഡിതനാണ്. മാത്രമല്ല ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? യേശു പലസ്തീനിയയിലായതുകൊണ്ട് ആദ്യത്തെ കാലത്ത് ഒരു ചിത്രം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല, ഒരു രേഖാചിത്രം പോലും ഇല്ല, ഒരു സാധ്യത പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം എന്താ? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം വരയ്ക്കുന്നത് പാപമായി പരിഗണിക്കപ്പെട്ട യഹൂദരുടെ ഇടയിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് നമുക്കിത് ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തെളിവുകളോടെ നമ്മുടെ മുൻപിൽ വെക്കുന്നത് ഫാദർ റിച്ചോത്തിയാണ്. നമ്മുടെ മുൻപിൽ ഒരു തെളിവായിട്ട് വെക്കുക. ഈ കാര്യം പറയുമ്പോൾ ഇവിടെ പലസ്തീനിയ എന്നൊരു വേർഡ് ഉച്ചരിച്ചുകൊണ്ട് ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് അയ്യോ യേശു ഇപ്പോൾ പലസ്തീനിയയിലാണോ ഉണ്ടായിരുന്നത് എന്നൊരു ചിന്ത വരാം. പലസ്തീനിയ എന്നുള്ളത് യഥാർത്ഥത്തിൽ റോമക്കാർ ഇസ്രായേൽക്കാരെ അല്ലെങ്കിൽ യഹൂദരെ കളിയാക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ്. കാരണം യഹൂദരുടെ പ്രധാനപ്പെട്ട ശത്രുവായിരുന്നു ഫിലിസ്തീൻ എന്നറിയപ്പെടുന്ന പലസ്തീനിയക്കാർ. ആ കാലത്ത് റോമൻ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ റോമാക്കാർ ഇസ്രായേൽക്കാരെ കളിയാക്കി വിളിച്ചതാണ് പലസ്തീനിയ എന്നുള്ളത്. അപ്പോൾ ചരിത്ര പ്രാധാന്യമായി പല ലെറ്ററുകളിലും പലസ്തീനിയ എന്ന ലെറ്റർ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ പലസ്തീനിയ എന്നൊരു രാജ്യമല്ല, യഹൂദരെ കളിയാക്കി വിളിച്ചിരുന്നതാണെന്ന് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുക. കാരണം ഇനി ഒരു തെറ്റിദ്ധാരണ ഇനി ഈ വാക്കേ പിടിച്ചുകൊണ്ട് വരും. കാരണം അങ്ങനെ ഒരു വാക്ക് പോലും നമ്മൾ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. താഴോട്ട് റിച്ചോത്തി തുടർന്നുള്ള കാര്യങ്ങളിൽ നമ്മളോട് പറയുന്ന കാര്യം എങ്ങനെയാണ്? ഇന്ന് അവശേഷിച്ചിരിക്കുന്നവയും യേശുവിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഛായാചിത്രങ്ങളോ കാറ്റക്കൊമ്പുകളോ 2-3 നൂറ്റാണ്ടുകളിലേട്, അതും പാശ്ചാത്യ ലോകത്തിൽ ബൈസന്റിയൻ ചിത്രങ്ങളിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചിത്രങ്ങൾ അവിടുത്തെ യഥാർത്ഥ സവിശേഷതകളല്ല പ്രാധാന്യം ചെയ്യുന്നത്, മറിച്ച് ഭാവനാത്മകയും ആദർശവൽക്കരിക്കപ്പെട്ട സവിശേഷതകൾ കൂടിയ ഒരു സമ്മിശ്ര ഭാവേത്വമാണ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് റിച്ചോത്തിയുടെ പറയുന്നത് 2-3 നൂറ്റാണ്ടുകളിലെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ചില കാറ്റക്കൊമ്പുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏക തെളിവുകൾ. അതായത് 1-2 നൂറ്റാണ്ടുകളിൽ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. പകരം
മൂന്നാം നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടുകളിൽ ലഭിച്ച, അതും പൗരസ്ത്യ ദേശത്തല്ല, പാശ്ചാത്യ ദേശങ്ങളിൽ ലഭിച്ച ചില കാറ്റക്കോമ്പുകളിലെ ചില ഛായാചിത്രങ്ങളാണ് ഏറ്റവും പഴകിയ നമുക്ക് ലഭിച്ചിരിക്കുന്ന യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്ന ചില ചിത്രങ്ങൾ. അതായത് AD 200-കൾക്ക് ശേഷം 300-കളും 400-കളും സമയത്തിൻ്റെ ഇടയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ, അതായത് യേശുക്രിസ്തു ജനിച്ച് ജീവിച്ച് മരിച്ച സ്ഥലത്ത് നമുക്കൊന്നുമില്ല, പകരം ഈ പറയുന്ന പാശ്ചാത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉള്ള കാറ്റക്കോമ്പുകൾ എന്താണ്? ചില സിമിത്തേരികൾ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ മരിച്ച രക്തസാക്ഷികളുടെ ജഡങ്ങൾ ഒരുമിച്ച് അടക്കം ചെയ്തിരിക്കുന്ന, മണ്ണിനടിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ പിന്നീട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ലഭിച്ച ചില ഛായാചിത്രങ്ങൾ. ഒരിക്കലും നമുക്കവിടെ യേശുവിൻ്റെ ഇന്ന് കാണുന്ന ചിത്രമൊന്നും അവിടെ കാണത്തില്ല, പകരം ഒരു പുരുഷൻ എന്ന് ചിന്തിക്കാവുന്ന തലത്തിലൊരു വ്യക്തി ഒരു ആടിനെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആട്ടിടയൻ്റെ ചിത്രം. ഇതാണ് നമുക്ക് ലഭിച്ച പുരാതന കാറ്റക്കോമ്പുകൾ. ഈ പുരാതന കാറ്റക്കോമ്പുകളാണ് റോമിലും മറ്റ് സ്ഥലത്തുമൊക്കെ, ഇറ്റലിയിലെ ചില പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ലഭിച്ച ചില കാറ്റക്കോമ്പുകളിൽ ലഭിച്ച ചിത്രം മാത്രം. ഇതൊരിക്കലും ഇന്ന് കാണുന്ന യേശു ആണെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കുകയേ ചെയ്യരുത്. പകരം ഇങ്ങനെ ചില കാര്യം, അതും എവിടെ, ആരാധന ദേവാലയങ്ങളിലോ സിനഗോഗുകളിലോ അവർ കൂടി വന്ന സ്ഥലങ്ങളിലോ ഒന്നുമല്ല, പകരം എവിടെയാണ് നമുക്ക് ലഭിച്ചത്? സിമിത്തേരികളിൽ നിന്ന് ലഭിച്ചു. ഇതൊരു ക്രിസ്ത്യാനിയുടെ സിമിത്തേരിയാണെന്ന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതിന് അവരുടെ പ്രത്യാശയായ ആട്ടിടയൻ്റെ ചിത്രം ആരോ വരച്ചു വെച്ചത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് റിച്ചോത്തി അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ നിന്നും നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അങ്ങനെയല്ല, ലൂക്ക ചിത്രം വരച്ചു, സുവിശേഷകനായ ലൂക്ക ചിത്രം വരച്ചു. ഈ ലൂക്ക ചിത്രം വരച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് ഇവിടെ ഈ റിച്ചോത്തി തകർത്ത് കളഞ്ഞിരിക്കുന്നത്. കാരണം അത് ചരിത്രവിഡിത്തമാണ്. 1-2 നൂറ്റാണ്ടുകളിൽ ലൂക്ക ഒരു ചിത്രവും വരച്ചിട്ടില്ല എന്ന് കൃത്യമായി അവരാരും ചിത്രം വരച്ചിട്ടില്ലെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന കാത്തലിക് പ്രീസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, പലസ്തീനിലുണ്ടായിരുന്ന യഹൂദർ, ഭൂരിഭാഗമായി യഹൂദർ ഒരു ചിത്രവും നമുക്ക് അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് തെളിവ് കൊടുത്തിരിക്കുന്നത് റിച്ചോത്തിയാണ്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ റിസർച്ച് തെറ്റാണെന്ന് നിങ്ങൾ പറയും. അപ്പോൾ ലൂക്ക ചിത്രം വരച്ചു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരോട് എനിക്കിതേ പറയാനുള്ളൂ. വീണ്ടും നമ്മൾ ടൂറിനിലെ കച്ചയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, അതായത് വെറോനിക്ക മുഖം തുടച്ചു എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തെളിവുമില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഓരോ ഈ വിഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹത്തിനെ വണങ്ങുകയും അതിനെ കുമ്പിടുകയും ചെയ്യുന്ന ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ നിങ്ങളെ തകർക്കാനുള്ള ആഗ്രഹമൊന്നുമല്ല. പകരം നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കണമെന്നൊരു ആഗ്രഹം തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഇത്തരം സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുക എന്നുള്ളത്. ഇതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയോ ചരിത്ര പഠിതാക്കളുടെയോ അല്ലെങ്കിൽ റിസർച്ചുകളുടെയോ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ഇടയിൽ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നൊരു വിഷയമാണ് വെറോനിക്ക യേശുവിൻ്റെ മുഖം തുടച്ചു. അപ്പോൾ ആ ടവലിൽ യേശുവിൻ്റെ രൂപം കണ്ടു, ആ രൂപമാണ് നമ്മൾ ഇന്ന് വണങ്ങുകയും ഇന്ന് വീടുകളിൽ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടുകളിലും ചർച്ചകളിലൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് സ്ഥിരമായൊരു പല്ലവി നമ്മൾ കാലങ്ങളായി കേൾക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കേട്ടൊരു കഥയാണ്. പക്ഷേ ഈ വെറോനിക്കയുടെ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എവിടെ നിന്ന് വന്നു, ഈ കള്ളക്കഥ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തിയ അതേ പുസ്തകം, ചരിത്രപുരുഷനായ ക്രിസ്തു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത ഒരു ക്രിസ്തീയ പ്രീസ്റ്റായ, ഒരു കാത്തലിക് പ്രീസ്റ്റായ റിച്ചോത്തി, അദ്ദേഹത്തിൻ്റെ ഫാദർ റിച്ചോത്തിയുടെ, അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനാണെന്നും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ നിന്നും അദ്ദേഹം ലഭിച്ച വിവരണങ്ങളാണ് നമ്മളിന്ന് വീണ്ടും കാണാൻ പോകുന്നത്. യേശു കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധമായൊരു പഠനം അദ്ദേഹം വെച്ചിട്ട്, അത് പല രീതിയിൽ, ലെന്തലൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പഠനവും, അങ്ങനെ പല ആളുകളുടെ വിഷയങ്ങളൊക്കെ ഇദ്ദേഹം വെച്ചിട്ട് ഇദ്ദേഹം അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. മധ്യയുഗത്തിലെ ക്രൈസ്തവർ ആത്മാർത്ഥമായും വിശ്വസിച്ചിരുന്ന ഈ വിവരണങ്ങളിൽ അവയോട് സാദൃശ്യമായ ചിത്രങ്ങളിലും യേശുവിൻ്റെ യഥാർത്ഥ രൂപമാണ് ഉള്ളതെന്ന് അതിന് അവർ ഭാഗികമായി ബൈസെൻഡിയൻ പേര് നൽകി.
വെര ഐക്കോൺ എന്നാണ് ഈ പേര്. വെര ഐക്കോൺ. അതായത് ഇങ്ങനെ പല ചിന്തകൾ, അതിൻ്റെ മുകളിൽ ഒത്തിരി ചിന്തകൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ഒരു കുള്ളനായ വ്യക്തിയായിരുന്നു എന്ന് ചില സക്കേവൂസിൻ്റെ, അതായത് സക്കേവൂസ് അല്ല കുള്ളൻ, യേശു ആയിരുന്നു കുള്ളൻ എന്നുള്ള രീതിയിലൊരു പഠനം വന്നു. ഇനി യെശയ്യാ പ്രവചനങ്ങളിൽ നമ്മൾ കാണുന്ന യേശുവിൻ്റെ മുഖം ആർക്കും കാണാൻ അത്ര രസമുള്ളതായിരുന്നില്ല എന്ന രീതിയിൽ ഒരു പഠനം വന്നു. എന്നാൽ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന പോലെ അവൻ കോമളത്വം തുളുമ്പുന്നവനായിരുന്നു എന്ന രീതിയിൽ ചില പഠനങ്ങൾ വന്നു. ഇങ്ങനെ പല പഠനങ്ങൾ വന്നപ്പോഴും ഇതൊക്കെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രൂപത്തെ അല്ല എടുത്തു കാണിക്കുന്നത്. പകരം യേശു ക്രിസ്തുവിലുള്ള യേശു ഏറ്റുവാങ്ങിയ കഷ്ടതകളും അവൻ്റെ മുഖം ഒരു മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപമായിരുന്നു എന്ന് യെശയ്യാ പറയുന്നത് അവനേറ്റ സഹനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതല്ലാതെ യേശു ഒരു വിരൂപനായിരുന്നു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഈ ചിന്തകളും ഈ പഠനങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു ബൈസന്റിയൻ പേര് അതിന് നൽകി. ആ പേരിങ്ങനെയാണ് വെര ഐക്കോൺ. VERAICON, വെര ഐക്കോൺ. എന്നിട്ട് ഈ പറയുന്ന ചരിത്രപുരുഷനായ ക്രിസ്തു എന്ന് പറയുന്ന പുസ്തകത്തിൽ റിച്ചോത്തി ഇങ്ങനെ പറയുന്നത്, ഈ വെര ഐക്കോൺ പിന്നീട് വ്യക്തിത്വം പ്രാപിച്ചു വെറോനിക്കായിൽ എത്തുകയും ചെയ്തു. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും. അതായത് ഒരു കാലം വരെ വെര ഐക്കോൺ എന്ന് പറയുന്ന ഒരു ബൈസന്റിയൻ പേര് ആ പഠനവും അല്ലെങ്കിൽ പൊതുവായി ചിന്തകൾക്കും വെച്ചിരുന്നൊരു പേരാണ് വെര ഐക്കോൺ. ഈ വെര ഐക്കോൺ കാലാന്തരത്തിൽ പറഞ്ഞു വെര ഐക്കോൺ വെറോനിക്കയായി അത് വ്യക്തിത്വം പ്രാപിച്ചു. അതായത് വെറോനിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കും ചരിത്രത്തിലേക്കും പുതിയ കഥകളിലേക്കും വന്ന് വെറോനിക്കയിലെത്തുകയും ചെയ്തു എന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. റിച്ചോത്തി അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകമായ ചരിത്രപുരുഷനായ ക്രിസ്തു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ സകല വിഡിത്തങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ യുവാക്കളോട്, നമ്മുടെ പുതുതലമുറകളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്, ഇതാണ് യേശു എന്ന് പറയുക, ഒരു താടിക്കാരൻ്റെ ചിത്രം വെച്ചിട്ട്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ വെറുതെ ഒന്ന് മൊബൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആഫ്രിക്കയിൽ കാണുന്ന ക്രിസ്തു അല്ല ഏഷ്യയിൽ കാണുന്നത്, ഏഷ്യയിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമല്ല യൂറോപ്പിൽ കാണുന്നത്. അപ്പോൾ അവർക്ക് സംശയം തോന്നും, സത്യത്തിൽ ഏതാ യഥാർത്ഥത്തിൽ യേശു? അപ്പോൾ ഈ പറയുന്ന വെറോനിക്കയിലെ മുഖത്തുടച്ച തുവാലയിൽ കണ്ടതാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ കാണണം. ഇനി വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ ടൂറിലെ കച്ചയിൽ കണ്ട മുഖമാണെങ്കിൽ എല്ലായിടത്തും ഒരേ ക്രിസ്തുവല്ലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് 100 കണക്കിന് ചിത്രങ്ങൾ, പല പല വ്യത്യസ്തതകൾ. അപ്പം ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പം നമ്മൾ അവിടെ ന്യായീകരണമായിട്ട് വെക്കും, അത് യഥാർത്ഥ ക്രിസ്തുവിനെ അല്ല, പകരം ക്രിസ്തുവിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐക്കൺ അവിടെ വെക്കുകയാണ്. എന്നിട്ട് CCC പറയുകയാണ്, എന്തെങ്കിലും ഒരു സൃഷ്ടവസ്തുവെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിത്രത്തെയോ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ വെക്കുന്ന വ്യക്തിയിലേക്കാണ് ആ വണക്കവും ബഹുമാനവും പോകുന്നത്. വീണ്ടും CCC പറയുകയാണ്, ആരെങ്കിലും അതിനെ ബഹുമാനിക്കുന്നെങ്കിൽ, CCC പേജ് നമ്പർ 523 2132 പറയുകയാണ്, ആരെങ്കിലും ആ സൃഷ്ടിയെയോ ആ വ്യക്തിയുടെ രൂപത്തെയോ ബഹുമാനിക്കുന്നെങ്കിൽ അത് ആരാധനയായി വരുന്നു, അത് വിഗ്രഹാരാധനയായി വരുന്നു എന്ന് കൂടെ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടത്. ഈ വക രീതികളിൽ നമ്മളിതിനെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം താന്നു പോകുന്നു, ലൂക്ക ചിത്രം വരച്ചു എന്ന് പറഞ്ഞ കള്ളത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം താന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ സത്യാവസ്ഥകളെ നമുക്ക് ബോധ്യം വരണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും ഒരു സഭയെയോ ഒരു വിശ്വാസത്തെയോ താഴെ കാണിക്കാനല്ല. ശ്രേഷ്ഠമായൊരു ക്രിസ്തീയ വിശ്വാസം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ മുൻനിർത്തി കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തെ, ദൈവവചനത്തെ അടിസ്ഥാനമാക്കി യേശുവിനെ നിങ്ങൾ പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ, യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ ഇത്തരം ചിന്താക്കുഴപ്പങ്ങളിൽ നമ്മൾ പോകത്തില്ല. യുവാക്കൾ, വിശ്വാസം നഷ്ടപ്പെട്ട, വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ നിരീശ്വരവാദിയായി പോകുന്ന നമ്മുടെ യുവാക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിർത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഇതിൽ നിന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ന്യായീകരണ തൊഴിലാളികളോട് എനിക്കിത്രേ പറയാനുള്ളൂ, നിങ്ങളോടുള്ള ദേഷ്യമൊന്നുമല്ല, തെളിവുകളാണ് ഞാൻ സംസാരിച്ചത്. തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൂ. അതല്ലാതെ മറ്റൊരു കാര്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീഡിയോകളിലൂടെ നമുക്ക് കാണാനിടയായി. ഇതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമോ തർക്കമോ ഉള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം. അതിലെനിക്കൊരു പരാതിയില്ല. എനിക്കറിയാവുന്ന വിഷയങ്ങൾ, എൻ്റെ ധാരണ, ഞാൻ ഈ വായിച്ചു വച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ ധാരണകളിലേക്ക് നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാം. ഞാൻ ഇതുവരെ ഒരു പെന്തക്കോസ്ത് സഭയിലേക്കോ പോകാത്തൊരു വ്യക്തിയാണ്.
ഒരിക്കലും എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതി എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അവസാനം വരെ ഇതേ സഭയിൽ വിശ്വസിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് മാറ്റമൊന്നുമില്ല. എൻ്റെ ഈ ധാരണകൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. സന്തോഷമേ ഉള്ളൂ. സമാധാനത്തോടെ നമുക്ക് സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.